നാം നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കുകയാണ്. ഒരുപാട് ധീരരായ പോരാളികളുടെ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു ആഘോഷം എന്നതിലപ്പുറം നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം ഓരോ വർഷവും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കേണ്ടത്. സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട്. നമ്മളെപ്പോഴും നീതിയുടെ പക്ഷത്താണ് നിലനിൽക്കേണ്ടത് എന്ന വലിയ സന്ദേശം. രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വ്യക്തിപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് വില കൊടുത്തും നീതിക്ക് വേണ്ടി പോരാടാൻ, സ്വയം നീതി ലഭിക്കുക എന്നതിലപ്പുറം സമൂഹത്തിന് മുഴുവനും നീതി ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ പാടില്ല. രാജ്യത്ത് അസമാധാനം സൃഷ്ടിക്കാൻ പാടില്ല. സമാധാനത്തിൻ്റെ വക്താക്കളായി ഈ രാജ്യത്ത് സന്തോഷം വിതറുന്ന ആളുകളായി മാറാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് എന്തും പ്രചരിപ്പിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. അവിടെ രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും മെസ്സേജുകൾ നമ്മിൽ നിന്നുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യം നമുക്ക് രാജ്യത്ത് നിന്ന് എന്ത് നേടാൻ കഴിഞ്ഞു എന്നതിലപ്പുറം നമുക്ക് രാജ്യത്തിന് എന്ത് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതായിരിക്കണം. നമ്മൾ അധ്യാപകരാണെങ്കിൽ എന്താണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്? നമ്മൾ ബിസിനസ് മേഖലയിലാണെങ്കിൽ എന്താണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്? നമ്മളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ എന്താണ് ഈ രാജ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്? നമ്മളൊരു ഡോക്ടറാണെങ്കിൽ എന്താണ് നമുക്ക് ഈ രാജ്യത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്? ആ രൂപത്തിൽ ചിന്തിച്ച് ഈ രാജ്യത്തെ പടുത്തുയർത്തുവാൻ, ലോകത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കൊണ്ടുപോകാനായിരിക്കണം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓരോരുത്തരും ശ്രമിക്കേണ്ടത്.